മകളെ, ഭീഷ്മപർവത്തിലെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിലെ 6ാമത്തെ പർവ്വമാണ് ഇത്. പാണ്ഡവരും കൗരവരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഐതിഹാസികമായ യുദ്ധം ആരംഭിക്കുന്നത് ഈ പർവ്വത്തിലാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മർ കൗരവ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയോധന വൈഭവം ശ്രീകൃഷ്ണനെ പോലും കോപിഷ്ഠനാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ ആയുധം തൊടില്ലെന്ന് ശപഥം ചെയ്ത ശ്രീകൃഷ്ണൻ ഒരവസരത്തിൽ ഭീഷ്മർക്ക് നേരെ ചമ്മട്ടിയുമെടുത്ത് ആക്രമണത്തിന് പുറപ്പെടുന്നുണ്ട്. അത്രമേൽ കഠിനമായിരുന്നു ഭീഷ്മരുടെ യുദ്ധപാടവം. പാണ്ഡവർക്ക് യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഭീഷ്മർ ഇല്ലാതാകണമെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ വീഴ്ത്താനുള്ള മാർഗം അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു. പാഞ്ചാല രാജകുമാരനായ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ തന്നോട് യുദ്ധം ചെയ്യട്ടെ എന്നായിരുന്നു ഭീഷ്മർ നൽകിയ ആ ഉപദേശം. പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ മകനാണ് ശിഖണ്ഡി. അയാൾ ജനിച്ചപ്പോൾ ഒരു സ്ത്രീ പ്രജ ആയിരുന്നു. എന്നാൽ പിന്നീട് അയാളൊരു പുരുഷനായി പരിണമിക്കുകയാണ് ഉണ്ടായത്. അയാളെ ഒരു പുരുഷനായി പരിഗണിക്കാൻ ഭീഷ്മർ തയ്യാറല്ലായിരുന്നു. സ്ത്രീകളോട് യുദ്ധം ചെയ്യുകയില്ലെന്ന് ഭീഷ്മർക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിലെ നടപ്പിലാക്കിക്കൊണ്ട് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ വീഴ്ത്തി. അർജുനൻ അടക്കമുള്ള ധാരാളം മഹാരഥന്മാർ ചേർന്ന് അയച്ച അസ്ത്രങ്ങൾ തറച്ച് വീണുപോയ ഭീഷ്മർ ഒരു ശരശയ്യയിലാണ് കിടന്നത്. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരവസാന ശ്രമം കൂടി നടത്തുന്നു. ദുര്യോധനോടും കർണനോടും ആ ആഗ്രഹം ഭീഷ്മർ പറയുന്നു. ദുര്യോധനൻ അതിനെ വകവയ്ക്കാതെ മടങ്ങിപ്പോയി. കർണനാകട്ടെ ദുര്യോധനനുമായി തനിക്കുള്ള സഖ്യം മൂലം പാണ്ഡവപക്ഷത്ത് ചേരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭീഷ്മരെ അറിയിക്കുന്നു. കർണനും മടങ്ങിയപ്പോൾ ആ യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ ഭീഷ്മരും കുറച്ച് കാവൽക്കാരും മാത്രം ബാക്കിയായി. ഈ സമയത്ത് സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ ദക്ഷിണായനത്തിൽ ആയിരുന്നതിനാൽ ആ സമയത്ത് മരിക്കുന്നത് ശുഭകരമല്ല എന്ന് വിശ്വസിച്ച് സൂര്യൻ്റെ ഉത്തരായനവും കാത്ത് ഭീഷ്മർ ആ ശരശയ്യയിൽ അവിടെ കിടന്നു. ഇങ്ങനെ ഭീഷ്മപർവം സമാപിച്ചു. അടുത്തതായി നമുക്ക് ദ്രോണപർവത്തിലെ കഥകളാണ് പറയുവാനുള്ളത്. ആ കഥ നമുക്ക് ആരംഭിക്കാം. ആ രാത്രി ധൃതരാഷ്ട്രർക്ക് ഒരു കാളരാത്രിയായിരുന്നു. ഭീഷ്മരുടെ പതനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം ചിന്താകുലനാണ്. യുദ്ധത്തിൻ്റെ വിവരങ്ങൾ അറിയുവാൻ ധൃതരാഷ്ട്രർ ആകാംക്ഷാഭരിതനായിരുന്നു. അപ്പോൾ പാണ്ഡവരുടെ പാളയത്തിലായിരുന്ന സഞ്ജയൻ അവിടെ എത്തി. ഭീഷ്മരുടെ പതനത്തെക്കുറിച്ച് സഞ്ജയൻ പറഞ്ഞറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹം സഞ്ജയനോട് യുദ്ധത്തിൻ്റെ വിവരങ്ങൾ വിശദമായി ചോദിച്ചു. സഞ്ജയ, ഭീഷ്മർ വീണ ശേഷം കൗരവർ എന്ത് ചെയ്തു? പാണ്ഡവർ അതിശക്തന്മാരാണെന്ന് വീണ്ടും തെളിയിച്ചു. സഞ്ജയ, ഇനി എൻ്റെ മക്കൾക്ക് കരുത്തേകാൻ കൗരവ സൈന്യത്തിൽ ഏത് മഹാരഥനുണ്ട്? സഞ്ജയൻ പറഞ്ഞു. ഭീഷ്മർ യുദ്ധഭൂമിയിൽ വീണതോടെ ഇരുവിഭാഗങ്ങളും യുദ്ധം നിർത്തിവെച്ച് ക്ഷത്രിയധർമ്മത്തെ ശപിച്ചുകൊണ്ട് ഭീഷ്മർക്ക് ചുറ്റും കൂടി. എല്ലാവരും ആയുധം ഉപേക്ഷിച്ച് പിതാമഹനെ പ്രണമിച്ചു. വേഗം അവർ ഭീഷ്മരുടെ സംരക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അദ്ദേഹത്തിന് കാവലുകളും ഏർപ്പെടുത്തി. എല്ലാവരും ഭീഷ്മരെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അതിനുശേഷം ഭീഷ്മരുടെ അനുവാദം വാങ്ങി അടുത്ത നാളത്തെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുവാൻ വേണ്ടി എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. മഹാരാജാവേ, ശരിയായി ചിന്തിച്ചാൽ അങ്ങയുടെ മകൻ്റെ ധാർഷ്ട്യം കൊണ്ട് ഭീഷ്മർ മരണത്തിലേക്ക് പതിച്ചു. ഇതോടെ കൗരവ സൈന്യം അനാഥമായി എന്ന് തന്നെ കരുതണം. അവർക്കും മരണമാസന്നമായിരിക്കുമെന്ന് തീർച്ച. അനാഥരെ പോലെ നിൽക്കുന്ന കൗരവ സൈന്യത്തെ കണ്ടപ്പോൾ രാജാക്കന്മാർ കർണനെക്കുറിച്ച് ചിന്തിച്ചു. ഭീഷ്മരെ പോലെ തന്നെ യുദ്ധത്തിൽ സമർത്ഥനും തേജസ്വിയും ഗുണവാനുമാണ് രാധേയൻ. പക്ഷേ കരുത്തന്മാരും പരാക്രമശാലികളുമായ രാജാക്കന്മാരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭീഷ്മർ കർണനെ മഹാരഥനായി പരിഗണിച്ചിരുന്നതേയില്ല. അർത്ഥരഥി എന്ന സ്ഥാനം മാത്രമേ ഭീഷ്മർ നൽകിയിരുന്നുള്ളൂ. ആ കാരണത്താൽ ഭീഷ്മർക്ക് പതനമുണ്ടാകും വരെ താൻ യുദ്ധകളത്തിൽ പ്രവേശിക്കില്ലെന്ന് കർണൻ ശപഥം ചെയ്തിരുന്നു. കൗരവർ കർണനെ സമീപിച്ച് പറഞ്ഞു, താങ്കൾ യുദ്ധത്തിനിറങ്ങാനുള്ള സന്ദർഭമായിരിക്കുന്നു. ഇത് കേട്ട് കർണൻ പറഞ്ഞു, ഭൂമിയിൽ ഭീഷ്മരെ പോലെ ഒരു യോദ്ധാവില്ല. ധൈര്യം, കരുത്ത്,
ബുദ്ധി, സത്യനിഷ്ഠ തുടങ്ങി ഒരു വീരയോദ്ധാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞവനായിരുന്നു അദ്ദേഹം. മഹാരാജാവേ, കർണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അങ്ങയുടെ മക്കളും സൈന്യത്തിലുള്ള ഓരോ അംഗങ്ങളും ദുഃഖം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു. അവർ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ദയനീയാവസ്ഥ കണ്ട് അവരെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി കർണൻ പറഞ്ഞു, ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭീഷ്മരുടെ പതനത്തോടെ സൈന്യത്തിനിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. എങ്കിലും പിതാമഹൻ ഒഴിച്ചിട്ട ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി എല്ലാം എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. സൂതൻ കൊണ്ടുവന്ന പടച്ചട്ട ധരിച്ച് കർണൻ രഥത്തിൽ കയറി. രാജാവേ, കർണൻ നേരെ പോയത് ഭീഷ്മരുടെ അടുത്തേക്കാണ്. ശരശയ്യയുടെ അടുത്ത് ചെന്ന് രഥത്തിൽ നിന്നിറങ്ങി നിറകണ്ണുകളോടെ അയാൾ ഭീഷ്മരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, കുരുശ്രേഷ്ഠ, രാധേയനാണ് ഞാൻ. അങ്ങ് കണ്ണു തുറന്ന് എന്നെ നോക്കിയാലും ശുഭകരമായ വാക്കുകൾ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയെപ്പോലെ സർവ്വവിദ്യാ നിപുണനായ ഒരാളും ഇന്ന് കുരുവംശത്തിലില്ല. അർജുനനോളം പോന്ന ഒരു പോരാളി വേറെ ഇല്ലെന്ന് എനിക്കറിയാം. അയാളോട് പൊരുതുവാൻ ദേവാസുരന്മാർക്ക് പോലും ആവില്ല. ശ്രീശങ്കരനോട് പോലും യുദ്ധം ചെയ്ത യോദ്ധാവാണ് പാർത്ഥൻ. അങ്ങ് അനുഗ്രഹിക്കുമെങ്കിൽ എൻ്റെ പരാക്രമത്താൽ ഞാൻ അയാളെ തോൽപ്പിക്കാം. അപ്പോൾ ഭീഷ്മർ പാടുപെട്ട് കണ്ണുകൾ തുറന്നു. കൗന്ദയ, നീ വീരനാണ്. ശത്രുക്കളോട് നീ ശക്തമായി പ്രതികരിക്കുകയും അവരെ മാനം കെടുത്തുകയും ചെയ്യുന്നു. കർണ, നീ മിത്രങ്ങൾക്ക് സന്തോഷം നൽകുന്നു. ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാർക്കെന്നതുപോലെ നീ കൗരവരുടെ സംരക്ഷകനാകണം. മകനെ, നീ ദുര്യോധനനെ പോലെ കൗരവരെ സംരക്ഷിക്കണം. നീയാകണം അവരുടെ വഴികാട്ടി. ദുര്യോധനനെ നീ വിജയിപ്പിക്കുക. അവരെ പോലെ നീയും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നീയും എൻ്റെ പൗത്രൻ തന്നെയാണ്. പൗത്രൻ എന്നതിന് മകളുടെ മകനോ അല്ലെങ്കിൽ മകൻ്റെ മകനോ ആണ് പൗത്രൻ എന്ന് പറയുന്നത്. കർണ, നീ കുന്തിപുത്രനാണ്. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. കർണൻ ഭീഷ്മരുടെ കാൽച്ചുവട്ടിലെത്തി ആ പാദങ്ങളിൽ തൊട്ടുവണങ്ങി തിരിഞ്ഞു നടന്നു. അതുകണ്ട് കൗരവ സൈന്യം ആവേശം കൊണ്ട് കൈകൊട്ടുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തുകൊണ്ട് അയാളെ സ്വീകരിച്ചു. ദുര്യോധനൻ മുന്നോട്ട് വന്ന് കർണനെ സ്വാഗതം ചെയ്തു. രാധയ, അങ്ങാണ് നീ കൗരവപക്ഷത്തിൻ്റെ നായകൻ. യുദ്ധതന്ത്രങ്ങൾ അങ്ങ് തന്നെ ആവിഷ്കരിക്കൂ. കർണൻ പറഞ്ഞു, രാജാവേ, അങ്ങാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഒരു രാജാവിനെ പോലെ തീരുമാനമെടുക്കുവാൻ മറ്റാർക്കും ആവില്ല. അതെന്തെല്ലാമാണെന്നറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഭീഷ്മരായിരുന്നു ഇതുവരെ നമ്മുടെ നായകൻ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ പിതാമഹൻ്റെ ശക്തിയിലും കൗശലത്തിലും നാം സുരക്ഷിതരായിരുന്നു. ആ രീതിയിൽ യുദ്ധം നയിക്കാൻ പ്രാപ്തരായ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആരായിരിക്കണം നമ്മുടെ സർവ്വസൈന്യാധിപൻ? കാരണം അങ്ങയുടെ തീരുമാനം എന്തു തന്നെയായാലും അതിവിടെ നടപ്പിലാകും. കർണൻ പറഞ്ഞു, സുയോധന, നമ്മുടെ ഒപ്പമുള്ള ഏതൊരു രാജാവും അതിന് പ്രാപ്തിയുള്ളവനാണ്. പക്ഷേ അവരെയെല്ലാം പരിഗണിക്കാനാവില്ലല്ലോ. കുലീനനും ശരീരശക്തിയുള്ളവനും പരാക്രമിയും യുദ്ധനിപുണനുമായിരിക്കണം നായകൻ. ഈ രാജാക്കന്മാരിൽ ആർക്കാണ് ഈ യോഗ്യതയില്ലാത്തത്? എങ്കിലും ഏറ്റവും യോഗ്യനായ ഒരാളെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ വയോവൃദ്ധനും ശരീരശേഷി കാത്തുസൂക്ഷിക്കുന്നവനും യുദ്ധനിപുണനുമായ ദ്രോണാചാര്യരെ വേണം നാം പരിഗണിക്കേണ്ടത്. എൻ്റെ നോട്ടത്തിൽ അദ്ദേഹത്തോളം യോഗ്യനായ ഒരു വ്യക്തി ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുവാൻ ഞാൻ കാണുന്നില്ല. കർണൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് ദുര്യോധനും ബോധ്യമായി. ദ്രോണർ സൈന്യത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയായിരുന്നു. സഹോദരന്മാരുടെ എല്ലാം സമ്മതത്തോടുകൂടി ദുര്യോധനൻ ദ്രോണരുടെ അടുത്ത് ചെന്ന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, എല്ലാ അർത്ഥത്തിലും ഭീഷ്മ പിതാമഹനോട് തുല്യനാണങ്ങ്. ഞങ്ങളുടെ ആചാര്യനുമാണ്. വീരോചിതമായ എല്ലാ ഗുണങ്ങളും അങ്ങയ്ക്കുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പമുള്ള രാജാക്കന്മാരെക്കാളൊക്കെ ഈ സേനയുടെ നായകനാകാൻ അങ്ങല്ലാതെ മറ്റാരെയും ഞങ്ങൾ കാണുന്നില്ല. അങ്ങയെപ്പോലെ ഒരു നായകനെ ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. ഇന്ദ്രൻ ദേവസേനയുടെ രക്ഷകനാകുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചാലും അങ്ങയുടെ നേതൃത്വത്തിൽ ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ സർവ്വസൈന്യാധിപനാകാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അതിലൂടെ ഞങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ വാക്കുകൾ കേട്ട് കൗരവ സൈന്യം ഒന്നടങ്കം ഹർഷാരവം മുഴക്കി ആ അഭിപ്രായത്തെ പിന്താങ്ങി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.